സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം വിലയിരുത്തുമ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ചയാകുന്നത്. ആഭ്യന്തര വകുപ്പിൽ തന്നെ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നീട് പോലീസിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മെറ്റയ്ക്ക് കത്തയച്ചു എന്നൊക്കെ പറയുന്ന വലിയ വിവാദമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നുമില്ല. പോലീസ് ഒരു ഘട്ടത്തിലും മെറ്റയോട് ഇന്നത് ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ജോലിയല്ല. അത് പോലീസും ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. അവരേതെങ്കിലും കാർഡ്സ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം പിൻവലിച്ചതാണ്. അതിനകത്ത് ഗവൺമെൻറ്റോ പോലീസിൻ്റെയോ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗുണ്ടകൾക്കെതിരായ നടപടി അതും ഒരു ഓപ്പറേഷനായി തന്നെ തുടങ്ങി ഇല്ലേ? ആയങ്കിയെ പൂട്ടി, വിദ്വേഷ പ്രചാരകനെ പൂട്ടി. അപ്പോൾ അത് വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് ആയങ്കിക്കെതിരായ നടപടി, പേഴ്സണലി വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും നിയമം ലംഘിച്ചാലും അവരുടെ പേര് നടപടി വരും. അപ്പം ഞാനാണെങ്കിലും വേറൊരാളാണെങ്കിലും അപ്പോൾ അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നിയമം ലംഘിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആരാണെങ്കിലും നിയമം അവരുടെ പിന്നാലെ ഉണ്ടാകും. അത് ഏത് വ്യക്തിയാണെങ്കിലും. അതിനകത്ത് ആരുടെ ഇടപെടലിൻ്റെ കാര്യമൊന്നുമില്ല, ഇടപെട്ടാൽ നടക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് അക്കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത കാണിക്കുന്നുണ്ട്. ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ല. അതിനെതിരെ കർശന നടപടിയുണ്ടാകും. മുഴുവൻ സമയവും ആഭ്യന്തര വകുപ്പിന് വേണ്ടിയാണോ? ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിൽ, അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒക്കെ ഇടപെടൽ കുറച്ച് പരിമിതപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയും, ഗവൺമെൻറ്റിന് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയും. എന്നാൽ ഒരു പരിമിതപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് പഴയതുപോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയണമെന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തല്ലേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാകണം. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെന്ന് പറയുമ്പോൾ മുതിർന്ന നേതാവാണ്. ഈ സർക്കാരിനെ പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും വലിയ പരിചയമാവേണ്ടതാണ്. മുൻപ് ആ രീതിയിലൊക്കെയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ CM-നുമായി ബന്ധപ്പെട്ടായാലും സർക്കാരിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായാലും പല വിവാദങ്ങൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു പരിചയമാകാൻ പറ്റുന്നുണ്ടോ? സത്യം എന്താണ് എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം. വസ്തുതകൾ മനസ്സിലാക്കി സത്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് നാളെയും തുടരും. അതിനകത്ത് ഒരു സംശയം വേണം. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള കോർഡിനേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. പുനഃസംഘടന വൈകുന്നത് പുതിയ KPCC അധ്യക്ഷൻ അതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുക. ആ സമയത്ത് അവർ ആ കാര്യങ്ങൾ തീരുമാനിക്കും. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വന്നാൽ മക്കൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അറിയാം. അവര് ഈ മോനൊരു ചെറിയ വാവ കുഞ്ഞനിയും കൂടി ഉണ്ടായിട്ടുണ്ട്. 1 മാസമായുള്ളൂ. എറണാകുളത്താണ്. റോഹിത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനയൊക്കെ നൽകുന്നുണ്ടല്ലോ. അങ്ങനെ ഇതെല്ലാം സാധ്യതകളുണ്ടോ? മൂത്ത മകൻ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്സിലെ രണ്ടുപേർക്ക് അറിയാം. എന്നാലും മൂത്ത മകൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അദ്ദേഹം ഈ കാലിക പ്രസക്തമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. പൊതുരംഗത്ത് പബ്ലിക്കേഷൻ ഇവിടെ ഉണ്ട് ശ്രേഷ്ഠ. അത് മുന്നോട്ട് പോകണം. ഇഷ്ടമാണോ? മോനും കൂടി രാഷ്ട്രീയത്തിൽ വന്നാൽ ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഇഷ്ടം. എന്താണ് RCയുടെ സമീപനം? നമ്മളാരും പ്രോത്സാഹിപ്പിക്കാറില്ല. അവർ രാഷ്ട്രീയമെല്ലാം അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ അവരാരും ഇതുവരെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്. അവർ ഭാവിയിൽ തീരുമാനിച്ചാൽ എതിർപ്പൊന്നുമില്ല. അല്ല, തീരുമാനിച്ചില്ലല്ലോ. തീരുമാനിക്കുകയാണെങ്കിൽ നോക്കാം. പക്ഷെ ഒരു കാലത്ത് ഈ മക്കൾ രാഷ്ട്രീയത്തിനൊക്കെ എതിര് നിന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ K കരുണാകരനായാലും അദ്ദേഹത്തിന്റെ മകനായാലും വരുമ്പോൾ ഒക്കെയുള്ള അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാവോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മക്കൾ അതിൻ്റെ രാഷ്ട്രീയത്തിൽ അവരൊക്കെ പ്രൊഫഷണൽസാണ്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ IRS ആണ്. അപ്പോൾ അവരതിൻ്റെ രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. വരികയാണെങ്കിൽ അല്ല, അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങളല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.